പോകും യാത്ര. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും വിവിധങ്ങളായ പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളും എല്ലാമായിരുന്നു ഒരുപക്ഷെ 2016. പലർക്കും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടിയപ്പോൾ വളരെ ഏറെ പേര് ദുഃഖത്തിലും വേദനകളിലും രോഗങ്ങളിലും ജീവിതം എങ്ങനെ ചലിപ്പിച്ചു കൊണ്ടുപോകണമെന്ന് അറിയാതെ വിഷമിച്ചവരുണ്ട്. വളരെയധികം സഭ വളരുകയും സഭയെ അധികം പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത വർഷവുമാണ്. പല സ്ഥലങ്ങളിലും സഭയുടെ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തീക്ഷ്ണതയോടെ അനേകം ആയിരങ്ങൾ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും സുവിശേഷമായി പോവുകയും സുവിശേഷത്തിൻ്റെ വലിയൊരു അഗ്നിയും പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളും സഭയിൽ വ്യക്തമാക്കപ്പെടുകയും ചെയ്ത വർഷം. എന്നാൽ സഭ അധികം പീഡിപ്പിക്കപ്പെടുകയും പല രാജ്യങ്ങളിലും മിഷണറിമാർ ക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്ത വർഷം. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള 2 തരം അവസ്ഥകളും അനുഭവിച്ചുകൊണ്ട് ഒരു വർഷം കടന്നുപോയി. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു. ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ നൽകിയ സന്ദേശം, മാലാഖയുടെ സന്ദേശം നമുക്കറിയാം, സമസ്ത ലോകത്തിനും സമാധാനത്തിൻ്റെ സദ്വാർത്തയായിരുന്നു. എന്നാൽ സമാധാനം നഷ്ടപ്പെട്ട് ജീവിതം സ്വന്തമായി കുറച്ച് സമാധാനക്കേട് ഉണ്ടാക്കുന്നവർ അങ്ങനെയുണ്ട്. മറ്റുള്ളവരാലെ സമാധാനക്കേടുകൾ സൃഷ്ടിക്കപ്പെട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലേക്ക് പ്രതിസന്ധികൾ വന്ന് സമാധാനം നമ്മുടെ നഷ്ടപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം, ക്രിസ്തു 30 വർഷം ജീവിച്ചത് രഹസ്യ ജീവിതമാണ്. എന്നാൽ അതിനുശേഷം ഒരു 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന വചനത്തിൻ്റെ തുടക്കം നമ്മൾ വ്യക്തമായിട്ട് കാണുകയാണ്. ലൂക്ക 4:18 കാണുന്നു, അവന് പുസ്തകം നൽകപ്പെട്ടു. അവന് നൽകപ്പെട്ട പുസ്തകം യെശയ്യാ പ്രവചനമായിരുന്നു. അതിതാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യെശയ്യാ 61:1 ഈ ഭാഗം. 61:1 അകത്ത് പറയുകയാണ്, കർത്താവിൻ്റെ അഭിഷിക്തനെ കർത്താവ് ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി? ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ. യെശയ്യാ 40:3 പറയുന്നു, അതിനു മുമ്പ് വഴിയൊരുക്കുന്നവൻ്റെ ശബ്ദം കേൾക്കും, മാനസാന്തരത്തിൻ്റെ സുവിശേഷം. അത് പൂർത്തീകരിക്കപ്പെടുന്നത് യോഹന്നാനിലാണ്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാരാൽ ഇസ്രായേൽ നയിക്കപ്പെട്ടു. രാജാക്കന്മാരെ നിയന്ത്രിച്ചിരുന്നതും ഇസ്രായേലിൻ്റെ ഭരണ സംവിധാനത്തെയും യുദ്ധത്തെയും നിയന്ത്രിച്ചിരുന്നതെല്ലാം പ്രവാചകന്മാരായിരുന്നു. യെശയ്യായും ജെറമിയായും ആമോസും എസക്കിയേലും എല്ലാം പ്രവാചകന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠ ഗണത്തിൽപ്പെട്ടവരായിരുന്നു. ദാനിയേലും എസ്രായും നെഹമിയായും എല്ലാം പ്രവാചക ഗണത്തിൽപ്പെട്ടവരാണ്. നമുക്കറിയാം, സാമുവേൽ എന്ന ആദ്യത്തെ പ്രവാചകൻ തുടങ്ങി ഏറ്റവും നമ്മൾ വ്യക്തമായിട്ട് മോശയിലും അബ്രഹാമിനും ശേഷം സാമുവേലിലൂടെ രാജകീയ അഭിഷേകമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം കാലഘട്ടങ്ങൾ കഴിഞ്ഞ് സെഫാനിയായ്ക്കും ഹഗായിക്കും ഹബക്കുക്കിനെല്ലാം ശേഷം മലാക്കി പ്രവചനത്തിന് ശേഷം പ്രവചനങ്ങളില്ലാതെ ഏകദേശം 200 വർഷങ്ങളോളം നിലനിന്ന ഇസ്രായേൽ. അതിനുശേഷം വീണ്ടും പ്രവാചക ശബ്ദം കേൾക്കുക സക്രിയായുടെ പുത്രനായ എലസിബത്തിൻ്റെ പുത്രനായ യോഹന്നാനിലൂടെയാണ്. ആ ശബ്ദം ഇതാണ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദം, അനുതാപത്തിൻ്റെ സുവിശേഷം, നിങ്ങൾ അനുദപിക്കുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അത് പറയാനുള്ള ആ വാക്കുകൾ എവിടെ നിന്നാണ്? യെശയ്യാ 40:3 വായിച്ചാൽ നമുക്കറിയാം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വഴിയൊരുക്കുന്നവൻ്റെ ശബ്ദം. അതെ, യെശയ്യായുടെ പ്രവചനം തന്നെ വീണ്ടും നമ്മൾ 7-ാം അധ്യായം 9-ാം അധ്യായത്തിലെല്ലാം എമ്മാനുവേലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇങ്ങനെ പ്രവാചകന്മാരുടെ സർവ്വ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായി ക്രിസ്തു കടന്നു വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് ക്രിസ്തു ഫസ്റ്റിലെ പറയുകയാണ്. എഴുതപ്പെട്ട ചുരുൾ വായിച്ചുകൊണ്ട് പറഞ്ഞു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യെശയ്യായുടെ 7-9 അധ്യായങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും, എമ്മാനുവേൽ, സർവ്വതിൽ നിന്നും നമ്മോടൊപ്പം വസിച്ച് നമ്മളെ രക്ഷിക്കുന്ന ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകനെന്നും എല്ലാ മുഴങ്കാലുകളും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമെന്നും സർവ്വ ലോകങ്ങളും അവൻ്റെ മുന്നിൽ കീഴടങ്ങുമെന്നും സർവ്വ മനുഷ്യരും ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുമെന്നും പ്രവചനങ്ങളിലൂടെ വ്യക്തമായി പ്രവാചകന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുക, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രർക്ക് വേണ്ടി സുവിശേഷം അറിയിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആരാണ് ദരിദ്രരെന്നാണ് നമ്മൾ ഈ നിമിഷങ്ങളിൽ ചിന്തിക്കുക. 2017 കടക്കുന്ന ഈ സമയങ്ങളിൽ നമുക്കൊരു വലിയ ദൗത്യമുണ്ട്, ഒരു ഡ്യൂട്ടിയുണ്ട്. ക്രിസ്തു പറഞ്ഞ അതേ ഡ്യൂട്ടി, ക്രിസ്തു അപ്പസ്തോലന്മാരിലൂടെ നൽകിയ ഡ്യൂട്ടി, അപ്പസ്തോലന്മാർ സഭയിലൂടെ ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി, സർവ്വവിശുദ്ധരും അനുകരിച്ച ഡ്യൂട്ടി. എന്താണത്? സുവിശേഷം ദരിദ്രരോട് പ്രസംഗിക്കുക. ആരാണ് ദരിദ്രർ? നമ്മൾ ഓർക്കും വളരെ സമ്പന്നമായ വ്യക്തികളെ കാണുമ്പോൾ, ബാങ്ക് ഡിപ്പോസിറ്റോ വലിയ ബിസിനസ്സുകാരനെ കാണുമ്പോൾ ഇവനിൽ ദാരിദ്ര്യമില്ല. ദരിദ്രം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കോളനിയിൽ ചെറിയ ഷെഡ് വെച്ച് ജീവിക്കുന്നവർ മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ ദാരിദ്ര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണം.
വചനം അറിയാൻ മേലാത്തവർക്ക് നമ്മൾ പല സമയത്തും ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എൻ്റെ തന്നെ വ്യക്തിപരമായ അനുഭവം, വലിയ വിദ്യാഭ്യാസമുണ്ട്, സമ്പന്നരാണ്, പക്ഷേ ദൈവകാര്യങ്ങളെപ്പറ്റി മാത്രം അവർക്ക് ഒന്നും അറിയില്ല. അപ്പോൾ അവൻ വചനത്തിൽ 100% ദരിദ്രനാണ്. ആ ദരിദ്രനായ വ്യക്തി ബാക്കിയെല്ലാം കൊണ്ട് സമ്പന്നനാണെങ്കിലും ദൈവകാര്യത്തിൽ ദരിദ്രനാണ്. അവൻ്റെ മുമ്പിൽ വചനമായ ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ നമ്മൾക്ക് കടമയുണ്ട്, നമുക്ക് ദൗത്യമുണ്ട്. എന്നാൽ വളരെയധികം ബുദ്ധിമുട്ടുകയും നനയുന്ന വീടിൻ്റെ അകത്ത് ജീവിക്കുകയും തൻ്റെ മകൾക്കുടെ വിദ്യാഭ്യാസം, മകൻ്റെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ മേലാതെ കടബാധ്യതയിൽ മുഴുകുന്ന ഒരു വ്യക്തിക്ക് അക്ഷരാർത്ഥത്തിൽ സമ്പത്ത് തന്നെ അവനിൽ ദാരിദ്ര്യം ആണ്. ആ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് പോയി വലിയ തിയോളജി പറയുന്നതിനേക്കാളും അവനെ എങ്ങനെ സഹായിക്കാമെന്ന് പഠിച്ചിട്ട് സുവിശേഷമാകുമ്പോൾ അവൻ അത് ഫലിക്കും, അവൻ നമ്മളെ സ്നേഹിക്കും, ക്രിസ്തുവിനെ സ്നേഹിക്കും. അതേസമയത്ത് വേറൊരാൾക്ക് രോഗമാണ്, നിത്യവും രോഗം അനുഭവിക്കുന്ന ഒരു വ്യക്തി, അവൻ ആശുപത്രിയിൽ നിന്ന് വരാൻ സമയമേ ഇല്ല, മുക്കാൽ സമയം അവൻ്റെ ജീവിതം ഹോസ്പിറ്റലുകളിലാണ്. ആ ഹോസ്പിറ്റലിൽ ചെന്നുകൊണ്ട് ക്രിസ്തു തിരിക്കുന്ന ഒരേ ഒരു സ്ഥലമാണല്ലോ മനുഷ്യനെ, ദൈവത്തിൻ്റെ വിധിയുടെ സമയം. എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് ഭക്ഷണം തന്നോ? ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ വന്ന് സന്ദർശിച്ചോ? എന്നെ സഹായിച്ചോ? ഞാൻ ജയിലിലായിരുന്നു, നീ എന്നെ വന്ന് കണ്ടോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം പോലെ ഈ രോഗാവസ്ഥയിൽ വിഷമിക്കുന്ന ഈ വ്യക്തിയിലേക്ക് കടന്നു എന്നുകൊണ്ട് അവനൊരു സാന്ത്വനം പറയുമ്പോൾ സത്യത്തിൽ സുവിശേഷം അവിടെ പ്രഘോഷിക്കപ്പെടുന്നു. അവനെ ഒരു കടബാധ്യതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അല്പം സഹായിക്കുമ്പോൾ അവനോട് പ്രതിസന്ധികളിൽ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നീ തളരരുത്, ഒരിക്കലും നീ നിരാശപ്പെടുകയല്ല വേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കും, നിന്നെ സഹായിക്കാൻ ആരെങ്കിലും ദൈവം നൽകുമെന്നുള്ള വലിയ ബോധ്യം ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്. മദർ തെരേസ എന്ന് പറയുന്ന വ്യക്തി ഒരു കാരണവശാലും ഇന്ത്യയിൽ വരേണ്ടയാൾ പോലുമല്ല. ഇന്ത്യയിൽ ഒരു പക്ഷേ സന്ദർശിക്കാൻ വന്നതാണ്. ചെറുപ്പത്തിൽ വളരെ സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടിയാണ് വന്നത്. ആ സമയത്ത് കൽക്കട്ടയുടെ തെരുവുകളിലെ അനേകം പേരെ, രോഗികളെ കണ്ടപ്പോൾ ആ രോഗികളിൽ ക്രിസ്തുവിനെ കണ്ടതിൻ്റെ ഉത്തരമല്ല ഇന്ന് അൾത്താരയിൽ കയറി വിശുദ്ധയായിരിക്കുവാൻ പരുവത്തിന് ദൈവം ആ വ്യക്തിത്വത്തെ മാറ്റിയത്. അതുകൊണ്ട് കാണുന്നവരിലേക്ക് സുവിശേഷം നൽകുന്നവരായി മാറണം എന്നാണ് ക്രിസ്തു നമ്മെ ബോധിപ്പിക്കുക. ദരിദ്രരോട് സുവിശേഷം പറയണമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ വേറൊരാളുടെ ദാരിദ്ര്യം എന്തായിരിക്കാം? സർവ്വബന്ധങ്ങളും ഒരുപക്ഷെ നഷ്ടപ്പെട്ടവരുണ്ട്. ഈയിടെ പത്രത്തിൽ വന്ന ഒരു ചെറിയ റിപ്പോർട്ട് മനസ്സിൽ ഓർക്കുകയാണ്. ഗൾഫിൽ അനേകം വർഷം ജീവിച്ച ഒരു മനുഷ്യൻ നാട്ടിൽ ചെന്ന് എല്ലാ സ്വത്തുക്കളും മക്കളും ഭാര്യയുടെയും പേരിലായി ഈ മനുഷ്യൻ നാട്ടിൽ തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ ആർക്കും ഈ വ്യക്തിയെ വേണ്ട, വളരെയധികം ദാരിദ്ര്യ അവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ വന്നു. ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഊണിന് 40 രൂപ, അത് മുഴുവൻ കൊടുക്കാൻ പണമില്ലാതെ എനിക്ക് 10 രൂപയുടെ ഊണ് മതി എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വത്തെ പല ചാനലുകളിലും വാട്സാപ്പിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു. ആ വ്യക്തിയുടെ ജീവിതവും അതേ തുടർന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. 10 രൂപയുടെ ഭക്ഷണം എനിക്ക് മതിയെന്ന് പറഞ്ഞപ്പോൾ ഈ ഹോട്ടലുകാരൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമായി ആ മനുഷ്യൻ പറഞ്ഞു, 25-30 വർഷം ഈ മനുഷ്യൻ ഗൾഫിലായിരുന്നു, ഉണ്ടാക്കിയതെല്ലാം വേറെ പലരുടെ കൈ കൂടിയായിപ്പോയി. ഇന്ന് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ മനുഷ്യൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ ഹോട്ടൽ ഉടമ പറഞ്ഞു, എനിക്ക് നിങ്ങളൊന്നും തരണ്ട, നിങ്ങൾ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഉള്ളത് തന്നത് കഴിച്ചോളാം എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ മുന്നിൽ ആ ഹോട്ടൽ ഉടമ സുവിശേഷമാകുകയായിരുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുക. കാരണം എല്ലാവരെയും വിശ്വസിച്ചവരെല്ലാം ചതിക്കുകയും വഞ്ചിക്കുകയും തൻ്റെ ജീവിതം കശക്കേറുകയും ചെയ്തവരുടെ മുന്നിൽ തളരത്, നിന്നെയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, ഞങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ ഞാനും നിങ്ങളും സുവിശേഷമായി മാറുകയാണ്. വടക്കേന്ത്യയിലെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒത്തിരിയേറെ മിഷണറിമാർ അവിടെ ദൈവവേല ചെയ്യുന്നുണ്ട്. അവർക്ക് ജീവിതത്തിൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടിട്ടാണ് അവരവിടെ നിൽക്കുക. ദൈവത്തിനെ മാത്രം മുന്നിൽ കണ്ടിട്ട് അവർ നിൽക്കുക. അത് വലിയ സൗഭാഗ്യമായിട്ട് അവർ കരുതുന്നു. അതിനാൽ തന്നെ തങ്ങൾക്ക് പഠിച്ച ഭക്ഷണശൈലിയല്ല, ജീവിച്ച വസ്ത്രധാരണമല്ല, യാത്ര ചെയ്യാൻ സൗകര്യങ്ങളില്ല, 10-30 കിലോമീറ്റർ ചിലപ്പോൾ സൈക്കിളെ പോകേണ്ടി വരുന്നു, നടന്നു പോകേണ്ടി വരുന്നു. ഇതിലൊന്നും ക്ഷീണം കാണാത്ത മിഷണറിമാരെ ഓർക്കുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരുപക്ഷെ നമുക്ക് അവിടെ ചെന്നവരെ സഹായിക്കാൻ പറ്റുന്നവർക്ക് ചെല്ലാൻ പറ്റും, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. സഭയോട് ചേർന്ന് അവർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട്, സമ്പത്താണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ അതിൻ്റെ ഓഹരി ദൈവവചനത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റും. ഏതെല്ലാം രീതിയിൽ സുവിശേഷമാകാമോ, കാലഘട്ടത്തിനനുസരിച്ച് സുവിശേഷം പറയുന്ന, സുവിശേഷമായി ജീവിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറണം. കാരണം പിശാചും അവൻ്റെ തന്ത്രങ്ങളും വളരെയധികം ബലവത്തായി ജീവിതത്തെയും കുടുംബത്തെയും യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും സ്വാധീനിച്ച് കൊണ്ടുപോകുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരും അതിനേക്കാളും വേഗതയിലും ആത്മാർത്ഥതയോടും കൂടെ എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് സുവിശേഷം പറയാമെന്നുള്ളതല്ല. എൻ്റെ ഒന്നാം സ്ഥാനം സുവിശേഷമാണെന്നും അതിനുശേഷം മതി ബാക്കി എല്ലാ കാര്യങ്ങളൊന്നും ചിന്തിച്ചുകൊണ്ട് സഭയോട് ചേർന്നും സഭയുടെ അംഗീകാരത്തോടും കൂടിയുള്ള സർവ്വകാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ദരിദ്രർക്ക് സുവിശേഷം നൽകുന്നവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. 2017 അതിനുള്ള ഒരു വലിയ തുടക്കം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദരിദ്രരോട് ചേർന്ന് നിൽക്കുക. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു അപാകത, ഏതെല്ലാം പ്രാർത്ഥന നടന്നാലും ഒരു 90% പേരും കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മളതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ
മനുഷ്യരുടെ മുഖത്ത് നോക്കി അവൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം. നമ്മൾ അവനെ കണ്ടാൽ മാത്രമേ ഉള്ളൂ, അവനോട് സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ അവൻ്റെ അവസ്ഥ മനസ്സിലാവൂ. കാണുമ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നും, പക്ഷേ അവൻ്റെ ജീവിതത്തിൽ പല കുറവുകളുണ്ട്, വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്. അവനിൽ സുവിശേഷമാകുവാൻ 2017 വർഷം തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം. പറ്റുന്നിടത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് അനേക ആത്മാക്കളെ നേടാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ ചെറിയ സഹായങ്ങൾ ഇടവകയിൽ തന്നെ പല കാര്യങ്ങൾ കാണും, അതിലൊക്കെ സഹായിച്ചുകൊണ്ട് ഈ വെറുതെ സീരിയൽ കണ്ട് സമയം കളയുന്നതിന് പകരം ഇടവകയിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അച്ഛനോട് വൈദികരോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയോട് ചേർന്ന് നിന്ന് ചെയ്ത് നിങ്ങൾക്ക് അവിടുത്തെ ആ പ്രവർത്തനങ്ങളിൽ, മിഷൻ പ്രവർത്തനങ്ങളിൽ ഒക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇതായിരിക്കണം, കർത്താവ് പറഞ്ഞ, ക്രിസ്തു പറഞ്ഞ മാർഗമായിരിക്കണം. ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുവിൻ, എൻ്റെ നാമത്തിൽ നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവിൻ, രോഗസൗഖ്യങ്ങൾ നൽകുവിൻ, പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുവിൻ. ഇതിനെല്ലാമുള്ള അധികാരം എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രവാചക ദൗത്യം മുന്നിൽ കണ്ടുകൊണ്ട് 2017 സ്വീകരിക്കുകയും അതിലാകാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സൃഷ്ടാവും പരിപാലകനും സമാധാനവും സർവസ്വവുമായ ദൈവമേ, നീ മാത്രം മതി എനിക്ക്. മനോഹരമായ ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് ഷാൻ. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായെല്ലാം. യഹോവയോ അത്യുന്നതൻ, നീ നിന്നെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം എൻ സമാധാനം, നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമവൻ
മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ദൈവസ്നേഹം അനുഭവിക്കാത്തവരായി നമ്മിൽ ആരാണുള്ളത്? പൊന്നേശുനാഥൻ്റെ സ്നേഹം വർണ്ണിക്കാൻ വാക്കുകളോ ഈ ഒരായുസോ മതിയാവില്ല. ഈ മനോഹര ഗാനവുമായി എത്തുന്നു സോനു ഉരുളിയാനിക്കൽ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം, സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൻ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാലും അങ്ങൻ മുമ്പേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാല
ഈശോയെ, നീ എൻ്റെ ജീവനിൽ നിറയണമേ. ആത്മാവിലെ പുൽക്കൂട്ടിൽ ഈശോയുടെ രൂപം കാണാനുള്ള ആ വലിയ ആഗ്രഹത്തോടെ നമുക്ക് ക്ഷണിക്കാം. ഈ മനോഹര ഗാനവുമായി എത്തുന്നു ജോസി. ഈശോ നീ എൻ ജീവനിൽ നിറയണം. നാഥാ നീ എന്നുള്ളിൽ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിപോലുമാരൂപം. ഈശോ നീ എൻ ജീവനിൽ നിറയണം. നാഥാ നീ എന്നുള്ളിൽ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിപോലുമാരൂപം. തുളുമ്പുമെൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു. അനന്തമാം ജീവിതഭാരം ചുമന്നു ഞാൻ നിന്നു. പാദം തളരുമ്പോ തണലിൻ വരമായി നീ. ഹൃദയം മുറിയുമ്പോ അമൃതിൻ എന്നാളുമാശ്രയം നീ മാത്രം എന്നാഥാ. തുടയ്ക്കുകൻ കണ്ണീർ. ഈശോ നീ എൻ ജീവൻ നിറയണം. നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിപോലുമാരൂപം. കിനാവിലെ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുമ്പോൾ ഒരായിരം സാന്ത്വനമായി നീ ഉയർത്തുമല്ലോ. നീ ഒരു പൂവിരിയുമ്പോൾ പൂന്തേൻ കിനിയുമ്പോൾ കാറ്റിൻ കുളിരായി നീ എന്നെ തഴുകുമ്പോൾ കാരുണ്യമേ നിന്നെ അറിയുന്നു എന്നാഥാ. നമിപ്പു ഞാനെന്നും ഈശോ നീ എൻ ജീവൻ നിറയണം. നാഥാ നീ എന്നുള്ളിൽ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ
നാദാ നീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം. കനിപോലുമാരൂപം, കനിപോലുമാരൂപം, കനിപോലുമാരൂപം. ഇത്രയും നേരം മനോഹരമായ ഗാനങ്ങളിലൂടെ ദൈവസ്നേഹം നാം അനുഭവിച്ചറിയുകയായിരുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com